അത് മരണത്തിൻ്റെ വാതിൽ മുട്ടാൻ ധൈര്യമുള്ളവന് മരണത്തെ ജയിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ ഭയപ്പെടുത്തലൊന്നും ആരും നടത്തേണ്ട. സത്യം സത്യമാണെങ്കിൽ അത് തുറന്നു പറയാൻ ആർജവം ഉണ്ടായിരിക്കണം. ആർജവമുള്ളവന് ഭയമുണ്ടാവില്ല. അത് തപശക്തിയിൽ നിന്ന് നേടേണ്ടതാണ്. നോട്ട് നിരോധനം വന്നപ്പോൾ അമ്മ വിദേശത്തായിരുന്നു. അപ്പോൾ ഒരു സന്യാസിയെ അവിടുന്ന് ഇവിടേക്ക് അയച്ചു. ഏറ്റവും കൂടുതൽ കള്ളപ്പണം ഉണ്ടായിരുന്നത് കോയമ്പത്തൂരുള്ള കോളേജിലായിരുന്നു. സ്ത്രീയാണ് അമ്മ. ആശ്രമത്തിൽ വെച്ച് അമൃതാനന്ദമയിയുടെ അറിവോടെ നിരവധി തവണ താൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു. അമ്മയുടെ പ്രിയ ശിഷ്യൻ ബാലുവാണ് പീഡിപ്പിച്ചത്. സംഭാവനയിലൂടെ ലഭിച്ച 100 മില്യണോളം സ്വിസ് ബാങ്കിൽ സൂക്ഷിച്ചിരിക്കുന്നു. അമൃതാനന്ദമയിക്ക് നിരവധി സ്വാമിമാരുമായി ബന്ധമുണ്ട്. സ്വർണത്തോടും പണത്തോടും അമ്മയ്ക്ക് ആർത്തി. സംഭാവന കിട്ടുന്ന പണമെല്ലാം സ്വന്തം കുടുംബത്തിന് നൽകുന്നു. മറ്റുള്ള പല പല മതങ്ങളുള്ള സ്ഥാപനങ്ങളുണ്ട്. അവരും ആരും അടച്ചിട്ടില്ല. നിങ്ങൾക്ക് എത്ര ലക്ഷ്യങ്ങൾ എടുത്തുതരാം? നമ്മുടെ മാത്രം എന്താ മക്കളെ എടുത്ത് കാണിക്കുന്നത്? കാഷായ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഗുണ്ടകളെ ഉപയോഗിച്ച് അടിച്ചമർത്തപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ സാഹചര്യം മാറുന്നുണ്ട്. അമ്മ ഭക്തനായിരുന്ന നാരായണൻകുട്ടി 1990 ആശ്രമത്തിൽ വെച്ച് മരിക്കുന്നത്. ഇന്നും ഈ മരണത്തിന്റെ ദുരൂഹത മാറിയിട്ടില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. വരും ദിവസങ്ങളിൽ എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള കാരണത്താൽ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയോ ശേഷം എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അമൃതാനന്ദമയ്ക്കും ഈ മഠത്തിലെ ഭാരവാഹികൾക്കും ഒക്കെ തന്നെയാണ്. ഈ കാര്യം ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പം നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അമൃതാനന്ദമയി റിലേറ്റഡ് ആയിട്ട്, ദ ഡാർക്ക് സൈഡ് ഓഫ് അമൃതാനന്ദമയി അല്ലേ. അപ്പം ആ ഒരു വീഡിയോ കാണാത്ത ആൾക്കാർ അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, വരും ദിവസങ്ങളിൽ എപ്സ്റ്റീൻ ഫയൽസ് പോലെ ഇനിയൊരു മറ്റൊരു ഫയൽസ് തുറക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ. ആൻഡ് ദി ആൻസർ ഈസ് യെസ്. സോ ഞാൻ ഇന്ന് നിങ്ങളെ വെൽക്കം ചെയ്യുന്നത് അമൃത ഫയൽസിലേക്കാണ്. കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ ഗ്രാവിറ്റി ഉള്ള വിഷയങ്ങളോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഈ മഠമായിട്ട് അല്ലെങ്കിൽ അമൃതാനന്ദമയി ആശ്രമമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ദുരൂഹ സാഹചര്യത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ചില ആളുകളുണ്ട്. ഇതിൽ പലതും പുറത്തോട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ മോസ്റ്റ് മെജോറിറ്റിയും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തോട്ട് വന്നിട്ടില്ല. ഓക്കെ, അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോക്കകത്തോടെ സംസാരിക്കാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ബോക്സിലൊക്കെ ചില ആളുകൾ പറഞ്ഞേക്കുന്ന ചില സാധനങ്ങളുണ്ടായിരുന്നു. അതിൽ വലിയ വലിയ സയന്റിസ്റ്റുകളും അല്ലെങ്കിൽ വലിയ ഉന്നത പദവിയിലുള്ള ആളുകൾ പോലും ഇവരുടെയൊക്കെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ വന്നത് എന്താണ്, നിനക്ക് ചുമ്മാ വിവരമൊന്നുമില്ലാതെ ഇങ്ങനെ പറയല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വലിയ വലിയ ആൾക്കാരും ഈ കാര്യങ്ങളൊക്കെ ഇവരുമായിട്ട് ബന്ധം പുലർത്തി എന്നുള്ള കാര്യം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ പ്രധാനമന്ത്രിമാരുമായിട്ട് തന്നെ വലിയ രീതിയിൽ ബന്ധം പുലർത്തുകയും ഒപ്പം തന്നെ ആയുധ കച്ചവടം നടത്തുകയും അതിൻ്റെ ഫാക്ടറികൾ നടത്തുകയും ചെയ്തിരുന്ന ആൾ ദൈവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവണില്ലേ? എന്നിട്ടും അവരെന്തുകൊണ്ട് അവിടെയൊക്കെ പോകുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ അടുത്താണ് പോയി ചോദിക്കേണ്ടത്, എൻ്റെ അടുത്തല്ല. പിന്നെ ചില ആളുകൾ പറഞ്ഞൊരു കാര്യമാണ്, നീ നേരിട്ട് പോയി കാണാതെ ഇതിനെ പറ്റിയിട്ടൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ സംസാരിക്കരുത് എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കാനെ കൊണ്ട് കോമൺ സെൻസ് മതി. എങ്ങനെയാണ് ഒരു മനുഷ്യന് ദൈവമായിട്ട് മാറാൻ സാധിക്കുന്നത്? അത് നേരിട്ട് അവിടെ പോയിട്ടാണോ ചെക്ക് ചെയ്യേണ്ടുന്നത്? ദിവ്യശക്തി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ അതല്ലാതെ അതിനപ്പുറത്തോട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് പോയി അന്വേഷിക്കാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടുന്നത്. ഞാൻ പറയുന്നത് വെച്ചിട്ട് NIA വന്ന അന്വേഷണം, ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണം ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഈ KP നാരായണൻ എന്ന് പറയുന്ന വ്യക്തി പോലീസ് കംപ്ലൈന്റ് കൊടുത്തപ്പോൾ FIR പോലും രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം വന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ളപ്പം NIA വന്ന് അന്വേഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ കുട്ടിക്കാലത്തുള്ളൊരു സംശയമായിരുന്നു ഒരു മനുഷ്യൻ എങ്ങനെയാണ് ദൈവമായി മാറാൻ സാധിക്കുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒരു പക്ഷേ ആ ചോദ്യങ്ങളിലോട്ടുള്ള യാത്രയായിരിക്കാം ഈ ഒരു വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ ഇട്ടേക്കുന്ന ഒരു കമൻറ്റ് കണ്ടിരുന്നു, നീ കുട്ടിക്കാലത്ത് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ഇപ്പോഴും നീ ചോദിക്കുന്നത്, അപ്പം പ്രത്യേകിച്ച് നിനക്ക് മാറ്റങ്ങളൊന്നും ഇല്ല, നിനക്ക് ഉത്തരവും കിട്ടിയിട്ടില്ല, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നീ മനസ്സിലാക്കുക. പിന്നെ വലിയ വലിയ ആളുകൾ വരെ ഇങ്ങോട്ടേക്ക് ഈ ഒരു അമ്മേനെ കാണാൻ പോകുന്നില്ല, അപ്പം ഇതിൽ വിശ്വസിക്കണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞേക്കുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നേ. എനിക്ക് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, തീവ്രമായിട്ടുള്ള ആത്മീയതയും വിശ്വാസവും കാരണം നിങ്ങളുടെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചിരിക്കുകയാണ്. ബെറ്റർ നിങ്ങൾ ആ ഒരു ഇരുട്ടിൻ്റെ മറ നീക്കി വെളിച്ചത്തേക്ക് വരിക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വിശ്വാസങ്ങളൊക്കെ നമുക്കാകാം, പക്ഷേ ഒരു മനുഷ്യൻ ഇപ്പോഴും അല്ലെങ്കിൽ ഒരു മനുഷ്യന് ദൈവമാകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. അങ്ങനെയെങ്കിൽ ആ ഒരു ദൈവം ഈ ലോകത്തെ പട്ടിണിയും കാര്യങ്ങളൊക്കെ മാറ്റട്ടെ. കൊറോണ സമയത്ത് എത്രയോ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ട് ആ കാര്യങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല? വയനാട് ദുരന്തം സംഭവിച്ചപ്പോൾ എത്രയോ കുഞ്ഞുങ്ങൾ ഇതുപോലെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ആ സമയത്ത് എന്തുകൊണ്ട് ഈ ഒരു ദൈവം കടാക്ഷിച്ചില്ല? നമ്മുടെ അടുത്തുണ്ടല്ലോ, നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു ദൈവമല്ലേ. അപ്പം എന്തുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്തില്ല? ഇപ്പം ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല? എത്ര കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ട് ആ കാര്യത്തിൽ ദൈവം നേരിട്ട് ഇടപെടുന്നില്ല? ദൈവത്തിൻ്റെ ദിവ്യശക്തി ഉപയോഗിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തുകൂടെ? എന്താണെങ്കിലും
കഴിഞ്ഞ വീഡിയോ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചുരുക്കി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാരായണൻ KP എന്ന് പറയുന്ന വ്യക്തി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അമൃതാനന്ദമയി മഠത്തിൽ ഇത്രയും വർഷങ്ങളൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അവിടുന്ന് വിട്ടുമാറിയിട്ട് വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ 14 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ ഒരു മഠത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് വിദേശ വനിതയായിട്ടുള്ള ഗെയിൽ എന്ന് പറയുന്ന വ്യക്തി ഒരു ബുക്കായിട്ട് അവിടുന്ന് വിട്ടുമാറിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. 20 വർഷം ഒപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഗെയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ബുക്കിന്റെ ഒരു ചുരുക്കം ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് ഞാൻ പ്ലേ ചെയ്യാം. ഹോളി ഹെൽ, എ മെമ്മർ ഓഫ് ഫെയ്ത്ത്, ഡിവോഷൻ ആൻഡ് പ്യൂർ മാഡ്നസ്, പുണ്യനരകം, ഭക്തിയുടെയും ആരാധനയുടെയും ശുദ്ധഭ്രാന്തിന്റെയും ഓർമ്മകൾ എന്ന പുസ്തകം വിവരിക്കുന്നത് അമ്മയുടെ ആശ്രമത്തിലെ അനുഭവങ്ങളെക്കുറിച്ചാണ്, അമ്മയുടെ തൽസ്വരൂപത്തെക്കുറിച്ച്. വെളിപ്പെടുത്തലുകൾ ഇങ്ങനെ: അക്രമകാരിയായ സ്ത്രീയാണ് അമ്മ. ആശ്രമത്തിൽ വെച്ച് അമൃതാനന്ദമയിയുടെ അറിവോടെ നിരവധി തവണ താൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു. അമ്മയുടെ പ്രിയ ശിഷ്യൻ ബാലുവാണ് പീഡിപ്പിച്ചത്. സംഭാവനയിലൂടെ ലഭിച്ച 100 മില്യണോളം സ്വിസ് ഫ്രാങ്ക് സ്വിസ് ബാങ്കിൽ സൂക്ഷിച്ചിരിക്കുന്നു. അമൃതാനന്ദമയിക്ക് നിരവധി സ്വാമിമാരുമായി ബന്ധമുണ്ട്. സ്വർണത്തോടും പണത്തോടും അമ്മയ്ക്ക് ആർത്തി. സംഭാവന കിട്ടുന്ന പണമെല്ലാം സ്വന്തം കുടുംബത്തിന് നൽകുന്നു. ഈ പൈസയുടെ ടാക്സ് തട്ടിപ്പും പിന്നെ അവിടെ ദുരൂഹ സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്ന ചില ജീവൻ നഷ്ടപ്പെട്ട കുറച്ച് സംഭവ വികാസങ്ങൾ അതിലോട്ടൊക്കെ തന്നെ നമുക്ക് ഇനി മുന്നോട്ട് നമുക്ക് നോക്കാം. എന്താണെങ്കിലും കഴിഞ്ഞ വീഡിയോയിൽ ചില ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഉണ്ടായിരുന്നു, ഏതോ 2 പേർ മാത്രമല്ല ഇത്തരത്തിൽ വന്ന് സംസാരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാക്കി ആൾക്കാർ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നൊക്കെ ചിലരുടെ കമൻറ്റുകൾ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. പലർക്കും ഭയങ്കരമായിട്ടുള്ള ഭീഷണി കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇതിലെ സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവർക്ക് എന്താ സംഭവിക്കുക എന്നുള്ളതൊന്നും അറിയത്തില്ല. അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. എന്താണെങ്കിലും അന്ന് വർഷങ്ങൾക്ക് മുന്നേ ജീവചരിത്രകാരനായിട്ടുള്ള അദ്ദേഹം കൂടെ പറയുന്ന കാര്യം കൂടെ നിങ്ങളൊന്ന് കേട്ടോ. തങ്ങൾ കൊഴുക്കുന്നതിനിടെ അമൃതാനന്ദമയിയുടെ ജീവചരിത്രകാരന്റെ പ്രതികരണം നിർണായകമായി. ദീർഘകാലം ആശ്രമത്തിലെ അന്തേവാസിയായിരുന്നു പ്രൊഫസർ M. രാമകൃഷ്ണൻ നായർ. അമ്മ കഴിഞ്ഞാൽ അത്ര ആദരവുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അതിന് അവർക്ക് എന്തോ ചിലത് ഉള്ളിൽ ചില അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് ആർക്കും അറിയാൻ പറ്റുന്നതല്ല. കാരണം അത് പിന്നെ നമ്മളുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങളല്ല, പേഴ്സണലായിട്ട് അടഞ്ഞു മുറിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ അറിഞ്ഞ സ്വഭാവം വെച്ചുകൊണ്ട് അതിൽ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. 10,000 ആൾക്കാരോളം അവിടെ സ്ഥിരതാമസക്കാർ തന്നെയുണ്ട്. ഒരു വലിയ ഉത്സവ പറമ്പ് പോലെ എപ്പോഴും തിരക്കാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കാൻ വയ്യ? കേട്ടല്ലോ. ഇനിയും ഇത് കഴിഞ്ഞിട്ട് നാരായണൻ KP കഴിഞ്ഞ ദിവസം വീണ്ടും 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന കാര്യങ്ങളോട് നമുക്കൊന്ന് കേൾക്കാം. അധർമ്മത്തെ നിലനിർത്താനും അസത്യത്തെ നിലനിർത്തുവാനുമാണ് നമ്മൾ പാടുപെടുന്നത്. സത്യം അതിൻ്റെ സ്വരൂപത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അതിനെ തളർത്താനോ ഉയർത്താനോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതിന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സനാതന ധർമ്മം നശിച്ചു പോകും എന്നൊന്നും ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് മരണത്തിൻ്റെ വാതിൽ മുട്ടാൻ ധൈര്യമുള്ളവന് മരണത്തെ ജയിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ ഭയപ്പെടുത്തലൊന്നും ആരും നടത്തേണ്ട. സത്യം സത്യമാണെങ്കിൽ അത് തുറന്നു പറയാൻ ആർജവം ഉണ്ടായിരിക്കണം. ആർജവമുള്ളവന് ഭയമുണ്ടാവില്ല. അത് തപശക്തിയിൽ നിന്ന് നേടേണ്ടതാണ്. എന്തെങ്കിലും പറയുന്നത് കൊണ്ടോ വല്ല ആശയം പുസ്തകങ്ങൾ വായിച്ച് പറയുന്നതൊന്നും തപശക്തി ആവില്ല. അധർമ്മം പെരുകുമ്പോൾ അതിനെതിരായ ശക്തി പ്രപഞ്ചത്തിൽ നിന്ന് രൂപം കൊള്ളും. അത് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഉൾക്കൊള്ളുക മാത്രമേ ഓരോരുത്തരും ചെയ്യേണ്ടതായിട്ടുള്ളൂ. അദ്ദേഹം ഈ പറയുന്നത് ഏകദേശം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പിടിയിട്ടിക്കാണെന്നുള്ള വിചാരിക്കുന്നു. ഇത്രയും സീനായിട്ടുള്ള സംഭവങ്ങളാണല്ലോ ഇദ്ദേഹം വന്നിവിടെ തുറന്ന് പറയുന്നത്. അപ്പം ജീവൻ ഇത്തരത്തിലുള്ള ഭീഷണികൾ എന്താണെങ്കിലും ഉണ്ടാവും അല്ലേ? ഇപ്പം ഇദ്ദേഹം ഇനി എത്ര കാലം ഈ സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞതിന് ശേഷം എത്ര കാലം ഇനി ഉണ്ടാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, നാളുകളിൽ ഇനി ഇദ്ദേഹത്തിനോ അല്ലെങ്കിൽ ഇങ്ങനെ തുറന്ന് പറഞ്ഞു വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നീട് വലിയൊരു ചർച്ചയാവുക, പിന്നീട് നടപടി ഉണ്ടാവുക എന്നുള്ളതല്ല. ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ പിന്നെ ചില ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ഇത്രയും നാളും ഇയാൾ എവിടെയായിരുന്നു, ആരുടെ കയ്യിലാണ് പൈസ വാങ്ങിച്ചേക്കുന്നുള്ള സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇദ്ദേഹം തന്നെ കംപ്ലൈൻറ്റ് പോയി കൊടുത്തു, എന്നാൽ FIR പോലും രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, എന്തെങ്കിലും കൂടുതൽ എവിഡൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങളൂടെ വെച്ചുകൊണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിന് ശേഷം ഈ നോട്ട് നിരോധന സമയത്ത് അവിടെ നടന്നിരിക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങളുണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. നോട്ട് നിരോധനം വന്നപ്പോൾ അമ്മ വിദേശത്തായിരുന്നു. അപ്പോൾ ഒരു സന്യാസിയെ അവിടുന്ന് ഇവിടേക്ക് അയച്ചു. ഏറ്റവും കൂടുതൽ കള്ളപ്പണം ഉണ്ടായിരുന്നത് കോയമ്പത്തൂരുള്ള കോളേജിലായിരുന്നു. ആ പണമൊക്കെ വിശ്വസ്തരായ തമിഴ്നാട്ടിലും കർണാടകത്തിലുമുള്ള പല ഭക്തന്മാരുടെ കയ്യിലും കൊടുത്ത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയും മാറ്റിയെടുക്കുകയും ഒക്കെയാണ് ചെയ്തത്. ആ പണം ഇപ്പോഴും ഒരാളെ അയച്ച് പിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലരൊക്കെ തരില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെടുത്ത് നയമായി പറഞ്ഞ് വാങ്ങുവാനും സംസാരിക്കുവാനും വണ്ടിയും കൊടുത്ത് ഒരാൾ പോവാറുണ്ട്. അഥവാ തരുന്നില്ലെങ്കിൽ അവരെ പറഞ്ഞ് ഭയപ്പെടുത്തിയും വാങ്ങും. പാപം വരും, ഇത് ധർമ്മസ്ഥാപനത്തിൻ്റെ പണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കാൻ വേണ്ടി തന്നെ ഒരാൾ പോകാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പുറത്തുള്ളവർ അധർമ്മം ചെയ്യും, കള്ളപ്പണമൊക്കെ സൂക്ഷിക്കും, പോട്ടെ. പക്ഷേ ധർമ്മത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും പറയുന്നവർ ഇത്രമാത്രം കള്ളപ്പണം സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? ആ സമയത്ത് കുറേ
പിന്നെ ആപ്പിളിൻ്റെയും മറ്റും കമ്പ്യൂട്ടറുകൾ വാങ്ങിയിട്ടു, കണക്കില്ലാതെ പഴയ വണ്ടികൾ മേടിച്ചു. ഇന്നതെന്നൊന്നും പറയാനില്ല. പൈസ എങ്ങനെ ചെലവാക്കണം എന്നറിയാതെ രീതിയായിരുന്നു. ഇത് പാവങ്ങൾക്ക് സേവനം ചെയ്യാതെ സൂക്ഷിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അന്തേവാസികൾ എല്ലാവരും തന്നെ നിഷ്കാമ സേവനമാണ് ചെയ്യുന്നത്. അവരാരും തന്നെ ശമ്പളം പറ്റുന്നില്ല. അപ്പോൾ ആ വരുമാനം പാവങ്ങൾക്ക് കൊടുക്കാനല്ലേ തയ്യാറാവേണ്ടത്? ആദ്യമൊക്കെ കുറേ കൊടുത്തിരുന്നു, ഇപ്പോൾ കൊടുക്കലെല്ലാം വളരെ കുറവാണ്. ഇപ്പോൾ സ്ഥലം വാങ്ങിക്കൂട്ടാനും അതുപോലെ ബിൽഡിംഗ് കെട്ടുവാനുമാണ് കൂടുതൽ ശ്രമിക്കുന്നത്. തമിഴ്നാട്ടിൽ തന്നെ ഏകദേശം 2,000-3,000 ഏക്കർ സ്ഥലം കാണും. അത്രയും വാങ്ങിക്കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. അത്രയും പാവങ്ങളായിട്ടുള്ളവർക്ക് ഡയാലിസിസ് ചെയ്യുവാനും അല്ലെങ്കിൽ ക്യാൻസർ രോഗികൾക്ക് കുറച്ച് മരുന്ന് പൈസ കുറച്ച് കൊടുക്കാനും എല്ലാ സംവിധാനം ചെയ്യാനൊക്കെ കഴിയും. പക്ഷെ അതിലൊന്നും താല്പര്യമില്ല. ഇപ്പോൾ കൂടുതൽ പണസമ്പാദനത്തിലാണ് ആ ശ്രമത്തിന് താല്പര്യം. അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത്. ഇതിൻ്റെ എല്ലാം കാരണം കൂടുതൽ പണം വേണം എന്നുള്ള ചിന്ത തന്നെയാണ്. അങ്ങനെയാണ് ഗവൺമെൻറ്റിനെ വഞ്ചിക്കാൻ വേണ്ടി അന്തേവാസികളെ ജോലിക്കാരാക്കി മാറ്റി ശമ്പളം പറ്റുന്നതായി കാണിച്ച് അവരുടെ പേരിലൊക്കെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്ത് അവർ ആശ്രമം വിട്ടുപോവുകയോ മരിക്കുകയോ ചെയ്യുമ്പോൾ ആശ്രമം തന്നെ അതെടുക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇതാരെങ്കിലും തുറന്നു പറയുമ്പോൾ അവനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ? നമ്മൾ കാരുണ്യ പ്രസ്ഥാനം എന്നല്ല പറയുന്നത്. എല്ലാവരും ത്യാഗികളും സന്യാസിമാറുമല്ലേ? അപ്പോൾ ലോകത്തിന് സേവനമല്ലേ ചെയ്യണ്ടേ? ശങ്കരാചാര്യർ പറയുന്ന സന്യാസം പറയുകയും എന്നിട്ട് ഇല്ല എല്ലാം വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അതെങ്ങനെ പരസ്പരം പൊരുത്തപ്പെട്ടു പോകും? ആ ത്യാഗത്തിന്റെ മാർഗത്തിൽ നടക്കുകയാണെങ്കിൽ നമ്മൾ മുന്നിൽ നടക്കും. പക്ഷെ അവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിപരീതമാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വന്നത്. അതുകൊണ്ടാണ് അന്തേവാസികളൊക്കെ അസ്വസ്ഥമാകാൻ തുടങ്ങിയതും. അവർ പ്രതീക്ഷിച്ച അവർ മനസ്സിൽ കണ്ട മൂല്യങ്ങളൊന്നും അവിടെ കാണാൻ കഴിയാത്ത അവസ്ഥ വരും. അപ്പോഴാണ് അസ്വസ്ഥതയും അസ്വാരസ്യവും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മൾ കാരുണ്യവും സത്യവും ധർമ്മവും ഉയർത്തിപ്പിടിക്കണമെന്ന് പറയുകയും പുസ്തകം എഴുതുകയും പ്രഭാഷണം നടത്തുകയും ചെയ്യുകയും ഗവൺമെന്റിനെ സാധാരണക്കാർ പോലും ചെയ്യാത്ത രീതിയിൽ വഞ്ചിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? നമ്മൾ നികുതി അടച്ചാലല്ലേ ഗവൺമെന്റിന് റോഡ് പണികളും പാലം പണികളും അതുപോലെ ജനങ്ങൾക്ക് മറ്റു കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കള്ളത്തരം ചെയ്തിട്ട് സേവനം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സേവനം ഉള്ളത് കൊണ്ട് ചെയ്യാം, അത്രയേ ഉള്ളൂ. എല്ലാവരും അല്ലെ മാതാമൃതാന്തമയി മഠം പോറ്റെന്ന് പറഞ്ഞ ആരെങ്കിലും കുട്ടികളെ സൃഷ്ടിക്കുന്നുണ്ടോ? കൊടുത്താൽ ആളുകൾ വാങ്ങുന്നുണ്ട്, അത് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മളിത് പണം സമ്പാദിക്കാൻ വേണ്ടി കാരുണ്യ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായി കാണാൻ പാടില്ല. മറ്റുള്ളവരെ സേവിക്കാനും സ്നേഹിക്കുവാനുമാണ് ഞങ്ങളെല്ലാവരും ആശ്രമത്തിൽ പോയിട്ടുള്ളത്. ഞങ്ങളുടെയൊക്കെ കഠിനാധ്വാനത്തിന്റെ ഫലം തന്നെയാണ് ആശ്രമത്തിന്റെ വളർച്ച. ഇന്നിപ്പോൾ ആശ്രമം വളർന്നു വരുമ്പോൾ ഞങ്ങളെ ചവിട്ടിത്താത്തി നിങ്ങളൊന്നും ഞാൻ നോട്ടീസ് അടിച്ച് വിളിച്ചിട്ടില്ല, പോകേണ്ടവർക്ക് പോകാം എന്ന് പറയരുത്. അമ്മയുടെ ഒരു ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഹോസ്പിറ്റൽ കെട്ടി അതിന് ഹോസ്പിറ്റലിൽ നിന്ന് ബോർഡ് വെച്ചിട്ട് രോഗികൾ വരണ്ട എന്ന് പറഞ്ഞാൽ ശരിയാകുമോ എന്ന്. അതുപോലെ ആശ്രമം എന്ന് പേര് വെച്ച് ബ്രഹ്മചാരികളോ മറ്റോ വന്നു ചേർന്നതിന് ശേഷം ഞാൻ ആരും വിളിച്ചില്ല എന്ന് പറയുന്നത് ആ വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമില്ലാതെ വരില്ലേ? വാക്കും പ്രവൃത്തിയും പൊരുത്തമില്ലാത്തത് വരുന്നത് മൂല്യം നിലനിർത്താൻ കഴിയാത്തത് കൊണ്ടല്ലേ? പണമുണ്ടാക്കാൻ വേണ്ടി വാക്ക് മാറ്റി പറയേണ്ടി വരുന്നില്ലേ? അപ്പോൾ മൂല്യച്യുതി വന്നില്ലേ? അപ്പോൾ സത്യത്തിലും നിഷ്ഠയിലും ഉറച്ചു ജീവിക്കുന്നവർ ചോദ്യം ചെയ്തെന്ന് വരും. അപ്പോൾ വെപ്രാളപ്പെട്ടിട്ടോ അവൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടോ കാര്യമുണ്ടോ? കാരണം ലോകം മുഴുവൻ അധർമ്മവും അസത്യവും നടക്കുമ്പോൾ അതിന് മാതൃകയായി നിൽക്കേണ്ടവരല്ലേ? ഇന്ത്യൻ ഭരണഘടനയിൽ പോരായ്മയുണ്ടെങ്കിൽ തിരുത്തേണ്ടവരല്ലേ? അത് ജീവിച്ച് കാണിക്കേണ്ടവരല്ലേ? അവർ തന്നെ ഈ ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട് പണം സമ്പാദിക്കാൻ വേണ്ടി നീതി വെട്ടിപ്പും പല വഴികളും സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ധ്യാനജവാദികൾ എത്രമാത്രം സത്യസന്ധമായിരിക്കുമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്തുണ്ടാകുന്നത് പിന്നെ പൊട്ടിത്തെറികളും കലുഷമായ അന്തരീക്ഷവുമായിരിക്കും. അതിനെ നേരിട്ട് പിന്നെ അതിനെ സ്വീകരിക്കലേ വഴിയുള്ളൂ. നമ്മളെ കയ്യിലുള്ള ഒരു അമ്പ് തൊടുത്തു വിട്ടാൽ പിന്നെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. അത് ആരെങ്കിലും പറയുമ്പോൾ അവനെതിരെ ക്രോധം കൊണ്ടിട്ടോ അധികാരം പദവി ഉപയോഗിച്ച് അവൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടോ കാര്യമില്ല. മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, മനുഷ്യന് തെറ്റുപറ്റും, പക്ഷെ അത് തിരുത്താൻ ശ്രമിക്കണം, തെറ്റ് ആവർത്തിക്കാൻ പാടില്ല. മഹാ അനുഗ്രഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ചിലപ്പോൾ അത്യാപത്തിന്റെ ഉറവകൾ പൊട്ടി വന്നേക്കാം. ഇത് എന്തുകൊണ്ടാണെന്ന് ആർക്കും അറിയില്ല എന്ന് വ്യാസഭഗവാൻ പറയുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ആളുകൾ എന്ന് പറയുന്നവരിൽ നിന്നും ഇത്തരം അത്യാപത്തിന്റെ ഉറവകൾ വന്നേക്കാമെന്ന് മഹാഭാരതം തന്നെ നമുക്ക് സൂചന തരുന്നുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കാതെ ഒരാൾ സത്യം തുറന്നു പറയുമ്പോൾ അവൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടേ. സമൂഹത്തിൽ പരിവർത്തനം വരട്ടെ. സത്യം ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഒരാൾക്കും തകർക്കാൻ കഴിയില്ലെന്ന് ഉറച്ചങ്ങ് വിശ്വസിക്കുക. അതല്ലേ ഏറ്റവും നല്ലത്. സത്യം പറയുന്നവൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് അധർമ്മത്തിന്റെ വഴിയാണ്. സത്യത്തെ ഉയർത്തി പിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ അധാർമിക പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ അതിന് വിപരീത ശക്തിയായിട്ട് എന്തെങ്കിലും രീതിയിൽ അത് രൂപപ്പെടും. അത് ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. അല്ലാതെ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ, അവനെ തേജോവധം ചെയ്യാൻ ശ്രമിച്ചാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. യാഥാർത്ഥ്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. അത് പ്രപഞ്ച നിയമമാണ്. അത് തന്നെയാണ്, സത്യങ്ങൾ പുറത്തോട്ട് വരണം. നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക, ദൈവം മനുഷ്യന്മാരെ പറ്റിച്ചുകൊണ്ട് ടാക്സ് ഒക്കെ വെട്ടിച്ചുകൊണ്ടുള്ള നടത്തുന്ന പരിപാടികൾ. അപ്പം നോട്ട് നിരോധനത്തിൻ്റെ സമയത്ത് പോലും ഇങ്ങനത്തെ പരിപാടികൾ കാണിച്ചിട്ടുള്ള ഒരാളാകുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും ഈ കള്ളപ്പണം വെളുപ്പിക്കൽ അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു കാര്യമായിരിക്കത്തില്ല, കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെയുള്ളപ്പം ഇതിനകത്തുള്ള സത്യങ്ങൾ പുറത്തോട്ട് വരികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ഇവിടെ ഉള്ള പല വലിയ കാണുന്ന അല്ലെങ്കിൽ പോയി മുഖങ്ങളും പൊളിഞ്ഞു വീഴും എന്നുള്ള പേടികൾ കൊണ്ടൊക്കെ ആയിരിക്കും കൂടുതൽ ഈ സത്യാവസ്ഥ പുറത്തോട്ട് വരാതിരിക്കാനുള്ള ഒരു കാരണമാകുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ മുമ്പൊരിക്കൽ
ഈ മഠവുമായിട്ട് ബന്ധപ്പെട്ട് ദുരൂഹ സാഹചര്യത്തിൽ ഇങ്ങനെ ചില സംഭവവികാസങ്ങളൊക്കെ നടന്നതായി തുടർന്നിട്ട് ഒരു ബുക്ക് ലേഖനം ചെയ്യുകയും പിന്നീട് അത് ബാൻ ചെയ്യുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെയുള്ളപ്പം നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കുക, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പറയുന്ന എന്തെങ്കിലും ബിഗ് ഷോട്ട്സിൻ്റെ മുഖങ്ങൾ പൊളിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചത് എന്നുള്ളതും നമുക്കറിയത്തില്ല. ഓക്കെ, അപ്പം അതിലോട്ടൊക്കെ നമുക്കിനി വരാം. എന്താണെങ്കിലും ഈ ഒരു നികുതി വെട്ടിപ്പുമായിട്ടുള്ള സംഭവങ്ങളെ പറ്റിയിട്ട് പറയുമ്പോഴത്തേക്കിന് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇതിനെ പറ്റിയിട്ട് മീഡിയ വൺ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ കുറച്ച് സംഭവവികാസങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ ആശ്രമത്തിനകത്ത് അമൃതാനന്ദമയ്യായിട്ട് സംസാരിക്കുന്ന ഒരു ഹിഡൻ ക്യാമറ വിഷ്വൽസ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് നടന്നേക്കുന്ന ആ ഒരു സംഭവത്തെ പറ്റിയിട്ട് നമുക്കിനി ഒന്ന് കേൾക്കാം. വള്ളിക്കാവിലെ അമൃതാനന്ദമയി മഠത്തിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ നികുതി അടയ്ക്കുന്നില്ലെന്ന് കാട്ടി ഓംബുഡ്സ്മാന് പരാതി നൽകിയ CPM പ്രാദേശിക നേതാവിനെ സ്വാധീനിക്കാൻ മഠത്തിന്റെ ശ്രമം. പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് മഠം വ്യാപകമായി പാടം നികത്തുന്നതിനെതിരെ സമരത്തിന് നേതൃത്വം നൽകിയ വി വിജേഷിനെ മഠത്തിലേക്ക് വിളിപ്പിച്ച അമൃതാനന്ദമയി തന്നെയാണ് നേരിട്ട് സംസാരിപ്പിച്ചത്. വിജേഷുമായി മാതാ അമൃതദാസും നടത്തിയ സംഭാഷണത്തിന്റെ ഒളിക്യാമറ ദൃശ്യങ്ങൾ മീഡിയ വണിന് ലഭിച്ചു. അമൃതാനന്ദമയി മഠത്തിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ നികുതി അടക്കുന്നില്ലെന്ന് കാട്ടി 2010 വിജേഷ് ഓംബുഡ്സ്മാന് പരാതി നൽകിയത്. പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് വിജേഷ് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് മാതാമൃതാനന്ദമയിക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് മഠത്തിലെ സുനിൽ എന്ന അന്തേവാസി വിജേഷിനെ വിളിച്ചത്. അപ്പൊ അമ്മയും ഞാനും മാത്രമേ കാണത്തുള്ളൂ. ഈ എന്തിനാ കാണാൻ പറഞ്ഞത്? ഈ നിലനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ലയോ? അല്ല ഞാൻ ആലോചിച്ചത് പിന്നെ ഈ ഓക്കെ. ഞാനെന്താ അവിടെ എത്തുമ്പോ ഒന്ന് വിളി, ഞാൻ അങ്ങെത്താം. ഞാൻ ആ പാലത്തിനടുത്ത് വന്ന് നിൽക്കാം. ഭക്തർക്ക് ദർശനം നൽകുന്നതിനിടയിലാണ് അമൃതാനന്ദമയി വിജേഷിനോട് സംസാരിക്കുന്നത്. നാട്ടിലെങ്ങും പലരും പാടം നികത്തുകയും മറ്റും ചെയ്യുമ്പോൾ മഠത്തിന്റെ കാര്യത്തിൽ മാത്രം സമരം നടത്തുന്നത് എന്തിനാണെന്ന ചോദ്യമാണ് അമൃതാനന്ദമയി ഉന്നയിക്കുന്നത്. ലുലു മാളിന്റെ കാര്യം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. അത് മക്കൾ ചിന്തിക്കണം. ഇപ്പൊ നമുക്ക് മറ്റുള്ള പല പല മതങ്ങളുള്ള സ്ഥാപനങ്ങളുണ്ട്, അതൊന്നും ആരും അടച്ചിട്ടില്ല. നിങ്ങൾക്ക് എത്ര ലിസ്റ്റ് ഞങ്ങൾ എടുത്തു തരാം. നമ്മുടെ മാത്രം എന്താ മക്കളെടുത്ത് കാണിക്കുന്നത്? പോട്ടെ, നമ്മൾ ഇത്രയും കുറഞ്ഞ കാലം കൊണ്ട് ഈ മടത്തി ഒന്നും ചോദിച്ചു മേടിക്കുകയും പിരിക്കുകയില്ല. ഇത്രയും ഈ ലോക്കൽ തന്നെ ഇത്രയും വീടുകൾ വെച്ച് കൊടുക്കുകയും പെൻഷൻ കൊടുക്കുകയും സ്കോളർഷിപ്പ് കൊടുക്കുകയും ചെയ്തു. ഏത് മതങ്ങളും അത് തള്ളി ചെയ്തു. അപ്പോൾ എന്തെന്ന് വെച്ച് ചെയ്യാം, അതിനനുസരിച്ചൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ആ ഒരു അവകാശമാണ്, ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റൂ. പേപ്പർ കുഞ്ഞിനെ കാണിച്ചേരാം. അമൃതാനന്ദമയുമായി സംസാരിച്ച ശേഷം മഠത്തിന്റെ ചുമതലയുള്ള സ്വാമി അമൃതദാസും വിജേഷുമായി സംസാരിച്ചു. ശ്രീ രവിശങ്കറും ആശാറാം ബാപ്പുവും സായിബാബയും അടക്കമുള്ളവർ സ്വന്തം കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് ട്രസ്റ്റ് രൂപീകരിച്ചതെങ്കിൽ താൻ അങ്ങനെയല്ലെന്ന് അമൃതാനന്ദമയി വിശദീകരിക്കുന്നുണ്ട്. ഈ സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിന് ലുലുമാള് അങ്ങനെ അല്ലല്ലോ ചെയ്തെന്നൊക്കെയുള്ള ഒരു ദൈവം പറയുന്ന വാക്കുകളാണിത്. ഓക്കെ, ഏകദേശം ഒരു 16 മിനിറ്റ് സംതിങ് എന്തോ ലെങ്ത് ഉണ്ട് ഈ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ്റെ ഈ ഒരു വീഡിയോയുടെ. ഇപ്പോഴും നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒരു ദൈവം പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ദൈവത്തിൽ ഈ ലോകം തന്നെ ഇപ്പൊ പലരുടെയും വിശ്വാസങ്ങൾ അനുസരിച്ച് ഈ ലോകം തന്നെ സൃഷ്ടിച്ചേക്കുന്നത് ദൈവങ്ങളാണല്ലോ. അങ്ങനെയുള്ളപ്പോൾ ആ ഒരു ദൈവം മനുഷ്യന്മാരെ പറ്റിച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു സ്ഥലം എടുക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നികുതി അടയ്ക്കാതിരിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അതെന്താണ്? അത് ദൈവത്തിന് പോലും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. ഇതിനുശേഷം ഈ കാര്യങ്ങളൊന്നും പുറത്തോട്ടിനി അല്ലെങ്കിൽ ഇതിന്റെ ഫോളോ അപ്പ് ആയിട്ട് ഇനി മുന്നോട്ട് പോകരുതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ടൊരു ഓഫറും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ ഓഫർ എന്താണെന്ന് കൂടെ നമുക്കൊന്ന് കേൾക്കാം. വാഗ്ദാനങ്ങൾ, കേസിൽ നിന്ന് പിന്മാറുന്നതിനായി എന്തെങ്കിലും വാഗ്ദാനങ്ങൾ മഠം മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? നിലവിൽ അമൃതാനന്ദമയി മഠ ക്ലാപ്പിന്റെ കുറെ പ്രദേശങ്ങൾ, അതായത് ഏകദേശം 3 കിലോമീറ്ററോളം വരുന്ന പ്രദേശങ്ങൾ പാടശേഖരങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ആ പാടശേഖരങ്ങൾ നികത്തി മഠത്തിന്റെ പേരിൽ എന്തോ പുതിയൊരു പ്രോജക്റ്റ് അവിടെ വരാൻ പോകുന്നു. അതിനെതിരെ വരുന്ന മൂവ്മെന്റുകളെ തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അമൃതാനന്ദമയി മഠം എന്നെ സമീപിച്ചത്. അപ്പോൾ ഏത് സമയത്തും ആരുടെ അനുവാദമില്ലാതെ അമൃതാനന്ദമയി മഠത്തിൽ വരാമെന്നും അമ്മയെ കാണാമെന്നും എന്ത് ആവശ്യങ്ങൾക്കും അമൃതാനന്ദമയി മഠത്തിൽ നിന്നും അമ്മയിൽ നിന്നും സഹായം ഉണ്ടാവും എന്ന നിലയിൽ ഒരു വാഗ്ദാനമാണ് അമൃതാനന്ദമയി മഠത്തിൽ നിന്നും മദർദാസിൽ നിന്നും അമൃതാനന്ദമയിൽ നിന്നും എനിക്ക് ലഭിച്ചത്. ഈ സംഭാഷണത്തിന് ശേഷവും മഠത്തിൽ നിന്ന് താങ്കളെ ബന്ധപ്പെട്ടിട്ടുണ്ടായോ? മറ്റേതെങ്കിലും തരത്തിൽ താങ്കളെ ബന്ധപ്പെടുന്നുണ്ടോ ഇപ്പോൾ? ഈ സംഭാഷണത്തിന് ശേഷവും ഇന്നലെ വൈകുന്നേരം വരെയും നിരന്തരം എന്നുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നല്ലേ ഇതിന്റെ ഫോളോ അപ്പ് ആയിട്ട് കാര്യങ്ങൾ പോലെന്നൊക്കെ പറഞ്ഞുകൊണ്ട്
സാധാരണ ബാക്കിയുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവർക്ക് ഈ ഒരു ദർശനം കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ക്യൂ നിൽക്കണം, കുറേ തിരക്കുകളൊക്കെ കൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ തന്നെ. പക്ഷേ ഇത് നേരിട്ട് സംസാരിക്കാനോ അതിനുള്ള അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വന്ന് മീറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അങ്ങനെ ഒരു കാര്യമാണ് ഓഫർ ചെയ്യുന്നത്. അത് എത്ര മനോഹരമായിട്ടുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ്. എല്ലാവരും ഒരു ദൈവത്തെ നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും അവിടെ നടക്കുന്ന തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടിയാൽ അവിടെ പ്രശ്നമാവുന്നുള്ള മനസ്സിലാവുന്ന ആ ദൈവം ഭക്തർക്ക് വത്സ നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വന്ന് കാണാം എന്നുള്ള രീതിയിലുള്ള അനുഗ്രഹം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓഫറുകൾ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എത്ര മനോഹരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ. ഇനി ഇതിനെക്കുറിച്ചിട്ട് ഇനി അന്ന് തന്നെ വന്ന് സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇനി അടുത്തൊരാളുടെ വീഡിയോ കൂടെ വെക്കാം അവിടുത്തെ ഗുണ്ടകളെ പറ്റിയിട്ട്. CRZ പരിധിയിൽപ്പെടുന്ന അഴീക്കൽ പഞ്ചായത്തും ആലപ്പാട് പഞ്ചായത്തും കുലശേഖരപുരം പഞ്ചായത്തിൻ്റെയും ക്ലാപ്പന പഞ്ചായത്തിൻ്റെയും നേരിയ പകുതി ഭാഗവും അമൃതാനന്ദമയി മഠത്തിൻ്റെ നിറയെ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ സ്ഥാപനങ്ങൾ മുഴുക്കെ ഇവിടുത്തെ നിലങ്ങൾ നികത്തിയാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കുവാൻ വരുന്ന ചെറുപ്പക്കാരെ അവിടുത്തെ മഠത്തിലെ തന്നെ കാഷായ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഗുണ്ടകളെ ഉപയോഗിച്ച് അടിച്ചമർത്തപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ സാഹചര്യം മാറുന്നുണ്ട്. അത് മാത്രമല്ല, വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു നേഴ്സുമാരുടെ സമരങ്ങൾ നടന്നപ്പോഴത്തേക്കിന് ഇതേ ദൈവത്തിൻ്റെ ഗുണ്ടകൾ, ദൈവം സെലക്ട് ചെയ്തേക്കുന്ന മനുഷ്യന്മാരിൽ നിന്നുള്ള കുറച്ച് ഗുണ്ടികളെ വിട്ടിട്ട് അവരെ മർദ്ദിക്കുകയും ക്രൂരമായിട്ട് മർദ്ദിക്കുകയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഓരോരോ ലീലാവിലാസങ്ങളെ. ഇനി ദൈവത്തിന് കീഴിൽ നടന്നേക്കുന്ന ദുരൂഹ സാഹചര്യത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ആളുകളെ കുറിച്ചുകൂടി നമുക്കൊന്ന് കേൾക്കാം. 1/4 നൂറ്റാണ്ട് മുൻപ് ആശ്രമത്തിന്റെ വളർച്ചാഘട്ടത്തിലാണ് ആദ്യ വിവാദം. തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയായ നാരായണൻകുട്ടി സഹൃദയനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു. അമ്മ ഭക്തനായിരുന്ന നാരായണൻകുട്ടി 1990-ലാണ് ആശ്രമത്തിൽ വെച്ച് മരിക്കുന്നത്. ഇന്നും ഈ മരണത്തിന്റെ ദുരൂഹത മാറിയിട്ടില്ല. കൊടുങ്ങല്ലൂർക്കാരനായ നാരായണൻകുട്ടി തൻ്റെ സ്വത്തിൻ്റെ അവകാശം ചോദിക്കാനാണ് വള്ളിക്കാവിലെ മാതാ അമൃതാനന്ദമയി മഠത്തിലേക്ക് പോകുന്നത്. കൊടുങ്ങല്ലൂരിലെ തറവാട്ട് സ്വത്തായിട്ട് കിട്ടിയ ഭൂമി ഇപ്പോൾ അമൃതാനന്ദമയിയുടെ ദേവസ്ഥാനമാണ്. അതിൽ തൻ്റെ അവകാശം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നാരായണൻകുട്ടി വള്ളിക്കാവിലേക്ക് പോകുന്നത്. വള്ളിക്കാവിലെത്തിയ നാരായണൻകുട്ടി മഠത്തിലെ ഭരണത്തിൻ്റെ തലപ്പത്തുള്ള രമേശ് റാവു എന്ന് പറയുന്ന അധികാരിയുമായിട്ട് തർക്കത്തിലാവുകയും അതിനുശേഷം അവിടെ നിന്ന് ക്രൂരമായ മർദ്ദനമേറ്റ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും അവിടെ നിന്ന് മരണാസന്നമായ നിലയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുകയുമാണ് ചെയ്തത്. അവിടെ വെച്ച് നാരായണൻകുട്ടി മരിച്ചു. നാരായണൻകുട്ടി മരിച്ചെങ്കിലും ഈ മരണത്തെക്കുറിച്ച് പുറംലോകം അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. 2002-ൽ യുക്തിവാദിയായ ശ്രീനി പട്ടത്താനം ആശ്രമവുമായി ബന്ധപ്പെട്ട ദുരൂഹ മരണങ്ങളെക്കുറിച്ച് പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഒടുവിൽ ആന്റണി സർക്കാർ പുസ്തകം നിരോധിച്ചു. ആ പുസ്തകം നിരോധിച്ചു. എന്തിന്? ആ പുസ്തകം പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇനിയും അതിനകത്തിൽ ഒരുപാട് സത്യങ്ങൾ പുറത്തോട്ട് വരുമെന്നുള്ള പേടി കൊണ്ടായിരിക്കും. അതല്ലെങ്കിൽ നാട്ടിൽ ആ സത്യങ്ങളൊക്കെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വലിയൊരു കലാപം തന്നെ ഉണ്ടാവും എന്നുള്ളത് വിചാരിച്ചിട്ടാണോ? അല്ലെങ്കിൽ ഇതിനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന പല ബിഗ് ഷോട്ട്സിൻ്റെയും പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീഴും എന്നുള്ളത് വിചാരിച്ചിട്ടായിരിക്കുമോ? അതല്ല ആ പുസ്തകത്തിൽ പറയുന്നത് കള്ളങ്ങളായതുകൊണ്ടായിരിക്കുമോ? നിങ്ങളതിനൊന്ന് ആലോചിക്കുക. ആൻഡ് എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയില് അങ്ങനെ ഇറക്കിയേക്കുന്ന ആ ഒരു പുസ്തകത്തിനേക്കാൾ കുറച്ചുകൂടെ തീവ്രത ആ ഒരു പുസ്തകത്തിൽ ഉണ്ടാവാനാണ് സാധ്യത. കാരണം ഗെയിലിൻ്റെ ആ ഒരു പുസ്തകം പുറത്തോട്ടിറങ്ങിയപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. അപ്പം അതിൽ കൂടുതൽ കാര്യങ്ങൾ എന്തായിരുന്നു ആ ഒരു പുസ്തകത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്തിനായിരിക്കും ആ ഒരു പുസ്തകം നിരോധിച്ചിട്ടുണ്ടാവുക? ആൻഡ് ഇത് അവിടെ നടന്നേക്കുന്ന ഒരു കാര്യം മാത്രമല്ല, ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള ദുരൂഹ സാഹചര്യത്തിൽ ഇതുപോലെ ജീവൻ നഷ്ടപ്പെട്ട പല കേസുകളുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി അടുത്തൊന്നുകൂടെ ഞങ്ങോട്ട് വെക്കാം. 2005-ലാണ് ആദ്യ സംഭവം. പവിത്രൻ എന്ന ഭക്തൻ കത്തിയുമായി അമൃതാനന്ദമയിക്കെതിരെ പാഞ്ഞെടുത്തു എന്നതാണ് ആദ്യ കേസ്. ഇയാൾ മനോരോഗിയാണെന്ന് ആശ്രമം അധികൃതർ പിന്നീട് പറഞ്ഞു. രണ്ടാമത്തേത് 2012-ൽ സത്നാം സിംഗ് സംഭവം. ആശ്രമത്തിൽ ദർശനം നൽകുമ്പോൾ ബീഹാറുകാരനായ വിദ്യാർത്ഥി അമൃതാനന്ദമയിയുടെ നേരെ പാഞ്ഞെടുത്തു എന്നായിരുന്നു ഈ കേസിലും ആശ്രമത്തിന്റെ വിശദീകരണം. പിന്നീട് തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട സത്നാം സിംഗ് അന്തേവാസികളുടെയും ജീവനക്കാരുടെയും ക്രൂരമർദ്ദനമേറ്റ് മരിക്കുകയായിരുന്നു. 70 മുറിവുകളാണ് മൃതശരീരത്തിലുണ്ടായിരുന്നത്. 2 വധശ്രമ കേസിലും അമൃതാനന്ദമയിക്കുണ്ടായിരുന്ന പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു എന്നതാണ് ഫലം. കാരണം 77 മുറിവുകൾ പോസ്റ്റ്മോർട്ടത്തിൽ ലിസ്റ്റ് ചെയ്തതിൽ 26 മുറിവുകളും അന്നുണ്ടായതായിരുന്നില്ല. അന്ന് എന്ന് പറയുന്നത് മരണം സംഭവിച്ച ഓഗസ്റ്റ് 4-ാം തീയതി ഉണ്ടായതായിരുന്നില്ല. ഓഗസ്റ്റ് 4-ാം തീയതി ഉണ്ടായിരുന്ന 51 മുറിവുകളും ചുവന്ന് തടിച്ച് ശരീരത്തിൽ കാണാമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് മരണകാരണമായ 12, 14, 15 മുറിവുകൾ ഉൾപ്പെടെ 26 മുറിവുകൾ സംഭവിച്ചത് ദിവസങ്ങൾക്ക് മുമ്പാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ മുറിവുകളൊക്കെ തന്നെ നീല നിറത്തിലുള്ളവയായിരുന്നു. ഈ 15-ാമത്തെ മുറിവാണ് ഏറ്റവും മാരകമായ മുറിവ്. അത് തലച്ചോറിനേറ്റ ക്ഷതം കൊണ്ട് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാക്കുന്ന കാരണമാക്കിയ മുറിവാണ്. അത് സംഭവിച്ചത് 3 ദിവസം മുമ്പാണ് എന്ന്
വ്യക്തമായ സൂചനകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. 3 ദിവസം മുമ്പ് സത്നാം സിംഗ് ഉള്ളത് അമൃതാനന്ദമയി മഠത്തിലോ അല്ലെങ്കിൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലോ ആണ്. ഈ 2 സ്ഥലത്ത് എവിടെയെങ്കിലും വെച്ചാണ് മുറിവുകൾ സംഭവിച്ചിരിക്കാൻ സാധ്യത. പക്ഷേ കൂടുതൽ സാധ്യത നമ്മുടെ മുന്നിലുള്ളത് മഠത്തിൽ വെച്ച് സംഭവിച്ചു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം എപ്പോഴെങ്കിലും ഈ സിനിമകളൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓർക്കുക, അല്ലെങ്കിൽ ഒന്ന് ഇതിന് ശേഷം ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അതിൽ 2 സിനിമകളായിരുന്നു. ഒന്ന് ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്കും, 2 മകൻ്റെ അച്ഛൻ സിനിമയ്ക്കകത്തിലെ ജഗദീഷ് ശ്രീകുമാറിൻ്റെ ആ ഒരു ക്യാരക്ടർ. ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത് മകൻ്റെ അച്ഛൻ സിനിമയ്ക്കകത്തിലെ ജഗദീഷ് ശ്രീകുമാറിൻ്റെ ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, സന്യാസിയായിട്ട് ഒരാൾ ദൈവമായിട്ട് നിന്നുകൊണ്ടുള്ള കുറച്ച് സംഭവങ്ങൾ. അത് നിങ്ങൾ ഒന്ന് കാണുക. എന്നിട്ട് ഇതുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ വെറുതെ നോക്കുക. കാര്യം ഇതിനകത്തുള്ള പല സംഭവങ്ങളുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് അടിക്കുന്ന കുറേ സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ചില ആളുകൾക്ക് ഇത്രയും കേട്ടിട്ടൊരു സംശയം ഉണ്ടായിരിക്കും, ഇത് ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ചില്ല, ഇത് വീണ്ടും ഇതിങ്ങനെ എടുത്ത് പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും. നാരായണൻ KP എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ വന്ന് ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ നാളെ ഒരിക്കൽ ഇപ്പം എന്താണെങ്കിലും കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ ചിലപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇദ്ദേഹത്തിന് മാനസിക പ്രശ്നം ഉണ്ടെന്നോ അവിടെ വലിയ പൈസ തട്ടിച്ചെടുത്തെന്നോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നാളെ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അങ്ങനെ ഒരു സാധനം വന്നേക്കാം. അത് കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു. കാര്യം അന്ന് 14 വർഷം മുന്നേ ഗെയില് ഇത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞപ്പോഴും ഈ സെയിം സാധനം ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ലേഡീനെ കൊണ്ട് ഇത്തരത്തിൽ ഓപ്പോസിഷൻ ഇങ്ങനൊരു സാധനം അവിടുന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സെയിം പാറ്റേണിൽ ഇദ്ദേഹത്തിനെതിരെ നാളുകളിൽ വന്നേക്കാം. പിന്നെ ചില ആളുകൾ വിചാരിക്കും ഇത് വർഷങ്ങൾക്ക് മുന്നേയുള്ള സംഭവം ഇപ്പം പറയണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എത്രയോ കേസുകൾ 10, 20, 30 വർഷങ്ങൾക്ക് ശേഷം തെളിയിക്കപ്പെടുകയും അതിനുശേഷം കുറ്റവാളിയെ ശിക്ഷിക്കപ്പെടുകയൊക്കെ ഉള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ളതാണ്. പിന്നെ എന്നിട്ട് നിങ്ങൾക്ക് അതൊന്നും കുഴപ്പമില്ല, വർഷങ്ങൾക്ക് മുന്നേ അല്ല ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും വേണ്ടപ്പെട്ട ഒരാൾക്ക് ആണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടുക, ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചത്, ഇതിൽ ദുരൂഹതകളുണ്ട്, ഇതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കണമെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവൂലേ? അപ്പം വേണ്ടപ്പെട്ട ഒരാൾക്ക് മാത്രം സംഭവിച്ചാൽ മാത്രമേ ഇങ്ങനത്തെ ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. അതെനിക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പം എത്ര വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നാരായണൻ KP അദ്ദേഹത്തിന് ഇനി നാളുകളിൽ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്കറിയത്തില്ല. എന്താണെങ്കിൽ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.